ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഇമെയിലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് SMTP, POP3, IMAP ഈ പ്രോട്ടോക്കോൾസൊക്കെ വരുന്നത്. ആൻഡ് ഇത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള സെക്കൻഡ് പാർട്ടാണ്. ആൻഡ് ഇറ്റ്സ് ഫോർ KTU MCA Sem 2. ഈ ഇലക്ട്രോണിക് മെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നോർമലി ഉള്ള ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനെ പോലെയല്ല, ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നോർമൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലാണെങ്കിൽ സെർവർ എപ്പോഴും റണ്ണിങ് ആയിരിക്കണം. ബട്ട് ഇമെയിലിൻ്റെ കേസിൽ സെർവർ എപ്പോഴും റണ്ണിങ് ആയിരിക്കണം എന്നില്ല. Receiver need not be always available to receive the email as soon as it is sent by the sender, whereas in a client server system the server program is running all the time waiting for the request from a client. When the request arrives, the server provides the service. There is a request and there is a response. ആൻഡ് ഇതിൽ ഇമെയിലിൽ നമ്മൾ വൺ വേ ട്രാൻസാക്ഷൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്, റിപ്ലൈസും ഉണ്ട്. ബട്ട് ഇമെയിൽ വൺ വേ ട്രാൻസാക്ഷനാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ സെർവേഴ്സായിട്ട് യൂസ് ചെയ്യും. ആൻഡ് ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് വരുന്നത്. ഇതൊരു കോമൺ സിനാരിയോ ആണ്. ഇതിൽ 4 സിനാരിയോസ് ആണ് ഉള്ളത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കോമൺ സിനാരിയോ ആണ്. കോമൺ സിനാരിയോ എടുക്കുമ്പോൾ നമുക്ക് 3 കോമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ യൂസർ ഏജൻറ്റ്, സെക്കൻഡ് വൺ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് ആൻഡ് തേർഡ് വൺ ഇസ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. ഇങ്ങനെ 3 കോമ്പോണൻസ് ആണ് ഉള്ളത്. ആൻഡ് ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ സെൻഡറും റിസീവറും കാണും. ആൻഡ് സെൻഡർ റിസീവർ രണ്ടുപേരും ലാൻ അല്ലെങ്കിൽ വാൻ നെറ്റ്വർക്കിൽ കണക്റ്റ് ആയി കാണും. ആൻഡ് അവർക്ക് 2 മെയിൽ സെർവേഴ്സും കൂടി കാണും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഓരോ യൂസറിനും ഓരോ മെയിൽ ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കാണും, വെർ ദ റിസീവ്ഡ് മെസ്സേജസ് ആർ സ്റ്റോർഡ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ക്യൂവും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ സ്പൂൾ എന്ന് പറയും. ടു സ്റ്റോർ മെസ്സേജസ് വെയിറ്റിംഗ് ടു ബി സെൻഡ്. ഇതാണ് ഇമെയിലിൻ്റെ ഒരു കോമൺ സിനാരിയോ എടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ആർക്കിടെക്ചർ. ഇതിൽ യൂസർ ഏജൻ്റ് ഉണ്ട്, MTA ക്ലയൻ്റ് ഉണ്ട്, MTA സെർവർ ഉണ്ട്, പിന്നെ MTA മാ ക്ലയൻറ്റ്, മാ സെർവർ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സിനാരിയോ എടുക്കുമ്പോൾ ആലീസിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് ടു ബോബ്. ഞാനിതിൽ പറഞ്ഞു 3 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് ഉള്ളതെന്ന്. യൂസർ ഏജൻറ്റ്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് ആൻഡ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. ഇതിൽ യൂസർ ഏജൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതൊക്കെ. ആൻഡ് MTA മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റിനെ നമ്മൾ MTA എന്നും പറയും. MTA ആണ് മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. MTA is responsible for transferring the email between mail servers. 2 മെയിൽ സെർവേഴ്സ് തമ്മിൽ മെസ്സേജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MTA യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് MAA മാ സെർവർ, മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. ഇതിനെ നമ്മൾ മാ എന്നാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ബോബ് റിട്രീവ് ദ ഇമെയിൽ ഫ്രം ഹിസ് മെയിൽ സെർവർ. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചു, ഫ്രം ആലീസ് ബോബിന് മെസ്സേജ് അയച്ചു. ഇനി ബോബിൻ്റെ മെയിൽ സെർവറിൽ നിന്ന് ബോബിൻ്റെ യൂസർ ഏജൻറ്റിലോട്ട് മെസ്സേജിനെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാ യൂസ് ചെയ്യുന്നത്, മെസ്സേജ് ആക്സസ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ 9 സ്റ്റെപ്സ് ആണുള്ളത്. ഇതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ആലീസ് ടു ബോബാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആലീസ് മെസ്സേജിനെ ഇമെയിലിനെ കോമ്പോസ് ചെയ്യണം യൂസിങ് ഹിസ് യൂസർ ഏജൻറ്റ്. യൂസർ ഏജൻറ്റ് ഉണ്ട്, യൂസർ ഏജൻറ്റ് വെച്ചിട്ട് ആലീസ് ഇമെയിലിനെ കോമ്പോസ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ദ ഇമെയിൽ ഇസ് സെൻഡ് ടു ആലീസ് MTA ക്ലയൻറ്റ് ഓൺ ഹർ മെയിൽ സെർവർ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതാണ് മെയിൽ സെർവർ, ഇതൊരു മെയിൽ സെർവറാണ്, ഇതൊരു മെയിൽ സെർവറാണ്. എല്ലാ യൂസേഴ്സിനും ഓരോ മെയിൽ സെർവർ കാണും. ആദ്യം യൂസർ ഏജൻറ്റ് വെച്ചിട്ട് മെയിലിനെ കോമ്പോസ് ചെയ്തു. എന്നിട്ട് ദ മെയിൽ ഇസ് സെൻഡ് ടു ആലീസ് MTA ക്ലയൻറ്റ്. MTA ക്ലയൻറ്റിന് ആലീസിൻ്റെ MTA ക്ലയൻറ്റിലോട്ട് മെയിൽ പോവും. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ദ MTA സെർവർ റിസീവ്സ് ദ മെസ്സേജ് ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ദി സ്പൂൾ. തേർഡ് സ്റ്റെപ്പിൽ ഈ MTA സെർവർ നമ്മളിപ്പോൾ യൂസർ ഏജൻറ്റിൽ നിന്ന് MTA ക്ലയൻറ്റിനോട്ട് ആ ഒരു ഇമെയിൽ അയച്ചു. ഇനി അത് നമ്മളുടെ MTA സെർവറിലോട്ടാണ് പോകുന്നത്. ഈ MTA സെർവറും ഈ മെയിൽ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് ഈ ക്യൂവിൽ സ്റ്റോർ ചെയ്യും. ക്യൂവിനെയാണ് നമ്മളിതിൽ സ്പൂൾ എന്നാണ് പറയുന്നത്. ഈ സ്പൂളിൽ ആ ഒരു മെയിലിനെ സ്റ്റോർ ചെയ്യും ഫോർ പ്രോസസ്സിങ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ദ MTA ക്ലയൻറ്റ് റിട്രീവ്സ് ദ മെസ്സേജ് ഫ്രം ദ സ്പൂൾ ആൻഡ് പ്രിപ്പയർസ് ഇറ്റ് ഫോർ ട്രാൻസ്മിഷൻ. അടുത്ത സ്റ്റെപ്പിൽ ഈ MTA ക്ലയൻറ്റ് ഇല്ലേ, ഈ MTA ക്ലയൻറ്റ് സ്പൂളിലുള്ള മെസ്സേജിനെ എടുക്കും, റിട്രീവ് ചെയ്ത് എടുത്തിട്ട് അതിനെ ട്രാൻസ്മിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ മെസ്സേജ്, ഈ ഒരു മെയിൽ ഇൻ്റർനെറ്റ് വഴി ബോബിൻ്റെ മെയിൽ സെർവറിലോട്ട് പോകും. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ദ മെയിൽ ഈസ് സെൻഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ടു ബോബ്സ് മെയിൽ സെർവർ. ഇത്രയും നേരം നമ്മൾ സ്റ്റെപ്പ് 4 വരെ നോക്കിയത് മെയിൽ സെർവർ ഓഫ് ആലീസ് ആണ്. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മളുടെ ഇമെയിൽ ബോബിൻ്റെ മെയിൽ സെർവറിലോട്ട് പോകും.
ഇനി 6th സ്റ്റെപ്പാണ് ബോബ്സ് MTA സെർവർ റിസീവ്സ് ഇമെയിൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ എ മെയിൽ ബോക്സ്. നമ്മൾ ഈ അയക്കുന്നത് ഇൻ്റർനെറ്റ് വഴി അയക്കുന്നത് ബോബിൻ്റെ MTA സെർവറിലോട്ട് പോകും. ഇനി ഈ MTA സെർവർ അതിന് മെയിൽ ബോക്സിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് മെയിൽ ബോക്സ്, അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ദ ഇമെയിൽ ഇസ് മൂവ്ഡ് ടു ദ മെയിൽ സ്റ്റോറേജ് ഓൺ ദി ബോബ് സെർവർ. ഇനി ഇതാണ് ബോക്സസ്, ഇതിലോട്ട് നമ്മൾ മെയിൽ ബോക്സിലോട്ട് ആ മെയിലിനെ അയക്കും. അടുത്ത സ്റ്റെപ്പിൽ ബോബ്സ് മാസ് സെർവർ വെയിറ്റ്സ് ഫോർ ദ ഇമെയിൽ റിട്രീവൽ റിക്വസ്റ്റ്. ഇതാണ് ബോബിൻ്റെ മാസ് സെർവർ. ഇത് യൂസർ ഏജൻറ്റിൽ നിന്ന് നമുക്ക് റിട്രീവൽ റിക്വസ്റ്റ് വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. വൺസ് ഇറ്റ് റിസീവ്സ് എ റിക്വസ്റ്റ്, ഇതിൽ നിന്നുള്ള മെസ്സേജിനെ എടുത്ത് മാ ക്ലയൻറ്റിലോട്ട് കൊടുക്കും ആൻഡ് മാ ക്ലയൻറ്റ് യൂസർ ഏജൻറ്റ് വഴി കൊടുക്കും. അത് വെച്ചിട്ട് യൂസറിന് അതിനെ റീഡ് ചെയ്യാൻ പറ്റും. ബോബ്സ് മാ ക്ലയൻറ്റ് ഫെച്ചസ് ദ ഇമെയിൽ ഫ്രം ദ സെർവർ ആൻഡ് ഡെലിവേഴ്സ് ഇറ്റ് ടു ഹിസ് യൂസർ ഏജൻറ്റ് അലോവിങ് ഹിം ടു റീഡ് ഇറ്റ്. ഇപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നടക്കുന്നത്. നമ്മളൊരു കോമൺ സിനാരിയോയിൽ മെയിൽ അയക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നടക്കുന്നത്. 9 ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഉള്ളത്. ആദ്യം ഈ യൂസർ ഏജൻറ്റ് വെച്ചിട്ടാണ് സെൻഡർ മെസ്സേജ് കോമ്പോസ് ചെയ്യുന്നത്, ഇമെയിൽ കോമ്പോസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ MTA ക്ലയൻറ്റിലോട്ട് കൊടുക്കും. ആൻഡ് MTA ക്ലയൻറ്റിൽ നിന്ന് MTA സെർവർ അതിനെ റിസീവ് ചെയ്തെടുക്കും. റിസീവ് ചെയ്തതിന് ശേഷം ആ ഒരു മെസ്സേജ് സ്പൂൾ അല്ലെങ്കിൽ ക്യൂവിലായിരിക്കും സ്റ്റോർ ആവുന്നത്. ആൻഡ് അതിൽ നിന്ന് MTA ക്ലയൻറ്റ് ഒരു ഇമെയിലിനെ റിട്രീവ് ചെയ്തെടുക്കും. എന്നിട്ട് ഫ്രം ആലീസ് മെയിൽ സെർവർ നമ്മൾ ബോബിൻ്റെ മെയിൽ സെർവറിലോട്ടാണ് അയക്കുന്നത്. ആലീസ് ബോബെല്ലാം യൂസേഴ്സാണ്, സെൻഡർ ആൻഡ് റിസീവറാണ്. അപ്പോൾ ഫ്രം സെൻഡർ മെയിൽ സെർവർ നമ്മൾ റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് അയക്കും യൂസിങ് ഇൻ്റർനെറ്റ്. ആൻഡ് അയക്കുമ്പോൾ റിസീവർ സൈഡുള്ള MTA സെർവറാണ് ഈ ഇമെയിലിനെ ആദ്യം റിസീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിൽ ബോക്സിൽ നമ്മളുടെ ഇമെയിൽ സ്റ്റോറായി കിട്ടും. ആൻഡ് മാ സെർവർ റിസീവ് ചെയ്യാനുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വൺസ് മാ ക്ലയൻറ്റ് ഇമെയിൽ എടുക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ മാ സെർവർ ഈ മെയിൽ ബോക്സിൽ നിന്ന് മെയിൽ എടുത്തിട്ട് മാ ക്ലയൻറ്റിലോട്ട് കൊടുക്കും. ആൻഡ് മാ ക്ലയൻറ്റ് അതിനെ യൂസർ ഏജൻറ്റിലോട്ട് കൊടുക്കും. ആൻഡ് അത് വെച്ചിട്ട് യൂസറിന് ആ ഒരു മെയിലിനെ റീഡ് ചെയ്യാൻ പറ്റും. ഇത്ര പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. ഈ 9 ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഉള്ളത്. ആൻഡ് ഇതിൽ നമുക്ക് പുഷ് പുൾ എന്നൊരു 2 ഓപ്പറേഷൻസാണ് ഉള്ളത്. ഈ MTA മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്നത് പുഷാണ്. ബിക്കോസ് ഇറ്റ് പുഷസ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്, ആ പേരിൽ തന്നെ ഉണ്ട് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻ്റ് ആണെന്ന്. ഇത് മെസ്സേജിനെ പുഷ് ചെയ്യും, അടുത്തടുത്ത് ഇതിലോട്ട് മെസ്സേജിനെ പുഷ് ചെയ്യും. ആൻഡ് മാ എന്ന് പറയുന്നത് മെസ്സേജ് ആക്സസ് ഏജൻറ്റ് എന്ന് പറയുന്നത് മെസ്സേജിനെ പുൾ ചെയ്ത് എടുക്കും. അതാണ് മായ്ക്കും MTA ഉള്ള ഡിഫറൻസ്. ഇനി MTA ക്ലയൻറ്റിൽ നിന്നാണ് MTA സെർവറിലോട്ട് ക്ലയൻറ്റ് പുഷ് ചെയ്യുന്നത് മെസ്സേജസിനെ. പിന്നെ മാ ക്ലയൻറ്റിൽ നിന്ന് മാ സെർവറിലോട്ട് ക്ലയൻറ്റ് മെസ്സേജിനെ പുൾ ചെയ്യും. ഈ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റത്തിലുള്ള ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ് സർവീസ് ടു ദ യൂസർ ടു മേക്ക് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് എ മെസ്സേജ് ഈസിയർ. ആൻഡ് ഇത് യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ദറ്റ് കമ്പസസ് റീഡ്സ്, റിപ്ലൈസ് ടു ആൻഡ് ഫോർവേഡ്സ് ദ മെസ്സേജസ്. ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ആൻഡ് ഇത് ലോക്കൽ മെയിൽ ബോക്സസിനെയും ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഇത് 2 ടൈപ്പാണ് ഉള്ളത്. യൂസർ ഏജൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. GUI ബേസ്ഡ് ഉണ്ട്, കമാൻഡ് ഡ്രിവനും ഉണ്ട്. കമാൻഡ് ഡ്രിവൻ്റെ എക്സാമ്പിൾസ് ആണ് മെയിൽ, പൈൻ, ELM ഇതൊക്കെ. ആൻഡ് GUI ബേസ്ഡിൻ്റെ എക്സാമ്പിൾസ് ആണ് ഔട്ട്ലുക്ക്, എഡോറ ഇതൊക്കെ. ഇനി ഒരു മെയിൽ അയക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ടു സെൻഡ് എ മെയിൽ, ഒരു മെയിൽ അയക്കുമ്പോൾ യൂസർ ഏജൻറ്റ് വഴി നമ്മൾ ഒരു മെയിലിനെ ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് സിമിലർ ടു പോസ്റ്റൽ മെയിൽ. അപ്പോൾ ഒരു മെയിലിനെ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആ മെയിലിൽ എൻവലപ്പും കാണും, മെസ്സേജും കാണും. ഒരു മെയിലിൽ 2 പാർട്ടാണ് ഉള്ളത്, എൻവലപ്പ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. എൻവലപ്പിൽ യൂഷ്വലി സെൻഡർ അഡ്രസ്സും റിസീവർ അഡ്രസ്സും ആൻഡ് വേറെ അഡീഷണലി ഇൻഫർമേഷൻ വേണമെങ്കിൽ അതും കാണും. ആൻഡ് മെസ്സേജിൽ 2 പാർട്ടാണുള്ളത്, ഹെഡറും ഉണ്ട്, ബോഡിയും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഹെഡറിലാണ് സെൻഡർ, റിസീവർ, സബ്ജക്റ്റ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ബോഡിയിലാണ് ആക്ച്വൽ മെസ്സേജ് ഉള്ളത്. ഇതാണ് ഒരു മെയിലിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് എൻവലപ്പാണ്. മെയിൽ എടുക്കുമ്പോൾ 2 പാർട്സാണ് ഉള്ളത്, എൻവലപ്പ് ഉണ്ട്, മെയിലുണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻവലപ്പാണ്. അതിൽ സെൻഡറുണ്ട്, റിസീവറുണ്ട്. പിന്നെ മെസ്സേജ് പാർട്ടിൽ ഹെഡർ ആൻഡ് ബോഡി ഉണ്ട്. ഹെഡറിൽ സെൻഡർ, റിസീവർ, ഡേറ്റ്, സബ്ജക്റ്റ് ഇതൊക്കെ ഉണ്ട്. ബോഡിയിലാണ് ആക്ച്വൽ ടെക്സ്റ്റ് ഉള്ളത്, ആക്ച്വൽ മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു മെയിലിനെ റിസീവ് ചെയ്യുമ്പോൾ
എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ദ യൂസർ ഏജൻറ്റ് ഇസ് ട്രിഗേർഡ് ബൈ ദി യൂസർ. ഇഫ് എ യൂസർ ഹാസ് മെയിൽ, ദ UA ഇൻഫോംസ് ദ യൂസർ വിത്ത് എ നോട്ടീസ്. അപ്പോൾ യൂസർ ഏജൻറ്റ് യൂസറിനെ ട്രിഗർ ചെയ്യും. ഇപ്പോൾ യൂസറിന് ഒരു മെയിൽ ഉണ്ടെങ്കിൽ ഈ യൂസർ ഏജൻ്റാണ് യൂസറിനെ ഇൻഫോം ചെയ്യുന്നത് വിത്ത് എ നോട്ടീസ്. ഇപ്പോൾ യൂസറിന് ആ ഒരു മെയിൽ റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു ലിസ്റ്റ് ഡിസ്പ്ലേ ആയി കിട്ടും. ഇൻ വിച്ച് ഈച്ച് ലൈൻ കണ്ടെയ്ൻസ് എ സമ്മറി ഓഫ് ദി ഇൻഫർമേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ മെസ്സേജ് ഇൻ എ മെയിൽ ബോക്സ്. ഒരു ലിസ്റ്റ് ഡിസ്പ്ലേ ആയി കിട്ടും. അതിൽ ഓരോ ലൈനിലും ആ ഒരു മെസ്സേജ് റിലേറ്റഡ് ആയിട്ടുള്ള സമ്മറി ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഈ സമ്മറിയിൽ മെയിൽ അഡ്രസ്സ് കാണും, സബ്ജക്റ്റ് കാണും, ടൈം എല്ലാം കാണും. അപ്പോൾ യൂസർ എന്തെങ്കിലും ഒരു മെസ്സേജ് ആ ലിസ്റ്റിലുള്ള മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് അതിനെ റീഡ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഈ ഇമെയിലിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ് SMTP, POP, IMAP. ഇതൊക്കെ ഇത് SMTP ബേസ്ഡ് പ്രീവിയസ് ഇയറിൽ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പേപ്പർ മാത്രമാണ് റെഫർ ചെയ്തത്. അതിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൗ SMTP ഈസ് യൂസ്ഡ് ഇൻ ഇമെയിൽ ഓർ മെയിൽ ട്രാൻസാക്ഷൻ സംതിങ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 3 മാർക്കിൻ്റെ. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് മെയിലിൽ നമ്മൾ 3 പ്രോട്ടോകോൾസാണ് യൂസ് ചെയ്യുന്നത്. SMTP ഉണ്ട്, POP അല്ലെങ്കിൽ IMAP ഉണ്ട്. ഇത് ഇതിൽ SMTP എന്ന് പറയുന്നത് ഒരു പുഷ് പ്രോട്ടോക്കോളാണ്. ഇത് നമ്മൾ MTAയിലാണ് യൂസ് ചെയ്യുന്നത്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് ആ ഒരു സൈഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പുഷ് പ്രോട്ടോക്കോളാണ്. ഈ SMTPയുടെ ഫുൾ ഫോമാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇതിൻ്റെ പോർട്ട് നമ്പർ 25 ആണ്. ആൻഡ് SMTP ട്രാൻസ്ഫേഴ്സ് മെസ്സേജസ് ഫ്രം സെൻഡേഴ്സ് മെയിൽ സെർവർ ടു ദ റെസിപ്പിയൻറ്റ് മെയിൽ സെർവർ യൂസിങ് എ TCP കണക്ഷൻ. ഈ SMTP എന്ന് പറയുന്നത് മെസ്സേജസിനെ സെൻഡറിൻ്റെ മെയിൽ സെർവറിൽ നിന്ന് റിസീവറിൻ്റെ മെയിൽ സെർവറിലോട്ട് അയക്കുന്നതാണ് ഈ SMTPയുടെ വർക്ക്. ആൻഡ് ഇറ്റ് യൂസസ് എ TCP കണക്ഷൻ. The formal protocol that defines the MTA client and server in the internet is called Simple Mail Transfer Protocol. And ഈ SMTP നമ്മൾ 2 times ആണ് യൂസ് ചെയ്യുന്നത്. SMTP is used 2 times. ഒരു ടൈം എന്ന് പറയുന്നത് സെൻഡറിൻ്റെ മെയിൽ സെർവറിൻ്റെയും ഇടയ്ക്ക് ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യും. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 2 മെയിൽ സെർവേഴ്സ് തമ്മിൽ യൂസ് ചെയ്യും. അപ്പോൾ ഒരു മെയിൽ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ 2 times ആണ് ഈ SMTP യൂസ് ചെയ്യുന്നത്. ഒരു ടൈം ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് സെൻഡേഴ്സ് മെയിൽ സെർവർ ആൻഡ് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 മെയിൽ സെർവേഴ്സ് ആണ്. ആൻഡ് SMTP എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ഹൗ കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ് മസ്റ്റ് ബി സെൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഒരു കമാൻഡ്സ് എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത് ആൻഡ് റെസ്പോൺസ് എങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ SMTP ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇത് it uses commands and responses to transfer messages between an MTA client and an MTA server. MTA ക്ലയൻറ്റിനും MTA സെർവറിനും നടുക്ക് മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ്സും റെസ്പോൺസസൊക്കെ യൂസ് ചെയ്യുന്നത്. ദ കമാൻഡ് ഇസ് ഫ്രം ആൻ MTA ക്ലയൻറ്റ് ടു ആൻ MTA സെർവർ. കമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലയൻറ്റ് ടു സെർവർ ആയിരിക്കണം. ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സെർവർ ടു ക്ലയൻറ്റ് ആയിരിക്കണം. ആൻഡ് SMTP നമ്മൾ MTAയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ command is from MTA client to MTA server and response is from MTA server to MTA client. ഇനി ഓരോ കമാൻഡും or each command or reply is terminated by a 2-character end of line token. ഓരോ കമാൻഡും ഓരോ റിപ്ലൈയും ടെർമിനേറ്റ് ചെയ്തേക്കുന്നത് 2-character end of line ടോക്കൺ വെച്ചിട്ടാണ്. ഈ 2 ക്യാരക്ടറിൽ ക്യാരേജ് റിട്ടേണും വരും, ലൈൻ ഫീഡും വരും. ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഹലോ, എല്ലാം ക്യാപിറ്റലാണ്. ഹലോ ആർഗ്യുമെൻറ്റിൽ നമുക്ക് സെൻഡറിൻ്റെ ഹോസ്റ്റ് നെയിം കൊടുക്കാം. ഇറ്റ് ഐഡൻറ്റിഫൈസ് ഇറ്റ് സെൽഫ്. ആൻഡ് സെക്കൻഡ് കമാൻഡ് എന്ന് പറയുന്നത് മെയിൽ ഫ്രം ആണ്. ഇതിൽ നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് സെൻഡർ ഓഫ് ദ മെസ്സേജ് ആരാണോ സെൻഡറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ സെൻഡർ ഓഫ് ദി മെസ്സേജ്. തേർഡ് വൺ RCPT2. ഇതാണെങ്കിൽ റെസിപ്പിയൻ്റ് ആര്, നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ മെസ്സേജ്. എന്നുള്ളത് ഡേറ്റയിൽ നമുക്ക് മെയിലിൻ്റെ ബോഡി കൊടുക്കാം. ആൻഡ് ഇറ്റ് സെൻസ് ആക്ച്വൽ മെസ്സേജ്, ഇതായിരിക്കും ആക്ച്വൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ക്വിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ടെർമിനേറ്റ് ആയി കിട്ടും. ആൻഡ് ഇതിന് കിട്ടാനുള്ള കുറച്ച് റെസ്പോൺസസ് ഉണ്ട്, SMTP റെസ്പോൺസസ് ഉണ്ട്. ഇതിൽ നമുക്ക് 3 digit കോഡാണ് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. സംടൈംസ് അതിൻ്റെ കൂടെ അഡീഷണൽ ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസും കിട്ടും. ഇതിൽ പോസിറ്റീവ് കംപ്ലീഷൻ റിപ്ലൈ ഉണ്ട്, പോസിറ്റീവ് ഇൻ്റർമീഡിയറ്റ് റിപ്ലൈ ഉണ്ട്, ആൻഡ് ട്രാൻസിയൻറ്റ് നെഗറ്റീവ് കംപ്ലീഷൻ റിപ്ലൈ ഉണ്ട്. ഫസ്റ്റ് പോസിറ്റീവ് കംപ്ലീഷൻ റിപ്ലൈ നോക്കാം. 211 ആണെങ്കിൽ സിസ്റ്റം സ്റ്റാറ്റസ് ഓർ ഹെൽപ്പ് റിപ്ലൈ, 214 ആണെങ്കിൽ ഹെൽപ്പ് മെസ്സേജ്, 220 ആണെങ്കിൽ സർവീസ് റെഡി, 221 ആണെങ്കിൽ സർവീസ് ക്ലോസിംഗ് ട്രാൻസ്മിഷൻ ചാനൽ,
250 ആണെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് കംപ്ലീറ്റഡ്. 251 ആണെങ്കിൽ യൂസർ നോട്ട് ലോക്കൽ, ദ മെസ്സേജ് വിൽ ബി ഫോർവേഡഡ്. ഇനിയുള്ള പോസിറ്റീവ് ഇൻ്റർമീഡിയറ്റ് റിപ്ലൈ ആണ് 354 സ്റ്റാർട്ട് മെയിൽ ഇൻപുട്ട്. ദെൻ ട്രാൻസിയൻറ്റ് നെഗറ്റീവ് കംപ്ലീഷൻ റിപ്ലൈയിൽ വരുന്നതാണ് 421 ഇസ് സർവീസ് നോട്ട് അവൈലബിൾ. 450 എന്ന് പറയുന്നത് മെയിൽ ബോക്സ് നോട്ട് അവൈലബിൾ. 451 എന്ന് പറയുന്നത് കമാൻഡ് അബോർട്ടഡ്, ലോക്കൽ എറർ. ഇതൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന SMTP റെസ്പോൺസസ്. ഈ മെയിൽ ട്രാൻസ്ഫർ ഫേസസ് ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, പിന്നെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് വൺ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നമ്മളൊരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ബിറ്റ്വീൻ SMTP ക്ലയൻറ്റ് ആൻഡ് SMTP സെർവർ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ SMTP സെർവർ സ്റ്റാർട്ട്സ് ദി കണക്ഷൻ ഫേസ്. SMTP സെർവർ കണക്ഷൻ ഫേസ് സ്റ്റാർട്ടാവും. അതിനുള്ള കോഡാണിത്. എസ് എന്ന് പറയുന്നത് സെർവറാണ്. സെർവർ 220 എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. ക്ലയൻറ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുന്നു. ആൻഡ് 250 ഹലോ ക്രിറ്റ്സ് പ്ലീസ് ടു മീറ്റ് യു. ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. ഇനിയുള്ളതാണ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതെല്ലാം ഇതിൽ പറഞ്ഞ ഈ കമാൻഡും റെസ്പോൺസ് വെച്ചിട്ട് നടക്കുന്നതാണ്. ദെൻ ഒരു കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ക്വിറ്റ് മെസ്സേജ്. ഇത് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇതിലുള്ളത്. ഇനിയുള്ള ഏജൻറ്റ്സ് ആണ് POP ആൻഡ് IMAP. POP IMAP ഇത് രണ്ടും പുൾ പ്രോട്ടോക്കോൾസാണ്. SMTP പുഷ് പ്രോട്ടോക്കോളാണ്. പോപ്പും IMAPും നമ്മൾ പുൾ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ മായിലാണ് യൂസ് ചെയ്യുന്നത് ഈ പുൾ protocols. SMTP is a push protocol. It pushes the messages from the client to the server. The receiver needs a pull protocol. The client must pull messages from the server. റിസീവറിന് ആ മെസ്സേജസൊക്കെ സെർവറിൽ നിന്ന് എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുൾ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ള 2 മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾസ് ആണ്, പുൾ പ്രോട്ടോക്കോൾസ് ആണ്. POP3ഉം IMAP4ഉം. POP3 ഇസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3 ആൻഡ് IMAP ഇസ് ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ വേർഷൻ 4. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിൽ ആലിസ് ടു ബോബ് ആണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്. അതിൽ ബിറ്റ്വീൻ ആലിസ് സെർവർ ആൻഡ് ബോബ്സ് മെയിൽ സെർവർ വരെ SMTP ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബോബിൻ്റെ മെയിൽ സെർവറിൽ നിന്നും ബോബിന് മെസ്സേജ് പുൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ POP3ഉം IMAPൊക്കെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3 ആണ്. ഇത് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 110. ഒരു സിമ്പിൾ പ്രോട്ടോക്കോളാണ് ആൻഡ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസും ലിമിറ്റഡ് ആണ്. ആൻഡ് ക്ലയൻറ്റ് ഈ POP3 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം ഓൺ ദ റെസിപ്പിയൻറ്റ് കമ്പ്യൂട്ടർ ആൻഡ് സെർവർ POP3 ഈസ് ഇൻസ്റ്റാൾ ഓൺ ദി മെയിൽ സെർവർ. ക്ലയൻറ്റിൻ്റെ POP3 സോഫ്റ്റ്വെയർ റെസിപ്പിയൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ് സെർവറിൻ്റെ POP3 സോഫ്റ്റ്വെയർ നമ്മൾ മെയിൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. മെയിൽ ആക്സസ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലയൻറ്റ് വെൻ ദ യൂസർ നീഡ്സ് ടു ഡൗൺലോഡ് ഇറ്റ്സ് ഇമെയിൽ ഫ്രം ദി മെയിൽ ബോക്സ് ഓൺ ദി മെയിൽ സെർവർ. ഇത് എപ്പോഴാണ് ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണ് യൂസറിന് ആ ഒരു മെസ്സേജ് റീഡ് ചെയ്യണം അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കണം, അപ്പോഴാണ് മെയിൽ ആക്സസ് ഇത് വർക്കായി തുടങ്ങുന്നത്. ആൻഡ് ഇത് ആദ്യം പോർട്ട് നമ്പർ 110 ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും ടു ആക്സസ് ദ മെയിൽ ബോക്സ്. ദ യൂസർ ക്യാൻ ദെൻ ലിസ്റ്റ് ആൻഡ് റിട്രീവ് ദ മെയിൽ മെസ്സേജസ് 1 by 1. അപ്പോൾ ഇതിൽ ഈ POP3 വർക്കാവുന്നത് യൂസറിന് എപ്പോഴാണോ ആ മെസ്സേജസ് ഒക്കെ റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് വർക്കായി തുടങ്ങുന്നത്. ആദ്യം ഒരു TCP കണക്ഷൻ ഓപ്പൺ ചെയ്യും ഓൺ പോർട്ട് നമ്പർ 110. അത് കഴിഞ്ഞിട്ട് മെയിൽ ബോക്സിലോട്ട് ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് POP3 ലിസ്റ്റ് ഓഫ് മെസ്സേജസ് കൊടുക്കും. അപ്പോൾ യൂസറിന് അതിൽ നിന്ന് 1 by 1 എടുത്ത് റീഡ് ചെയ്യാൻ പറ്റും. ഇത് POP3യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് യൂസർ, പാസ്, ലിസ്റ്റ്, RETR നമ്പർ, ഡിലീറ്റ് നമ്പർ, ക്വിറ്റ്. ഇതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസസ് ആണ്. പ്ലസ് OK മൈനസ് എറർ ഇതൊക്കെ. ആൻഡ് POP3ക്ക് 2 മോഡ്സ് ആണുള്ളത്. ഒരു മോഡ് എന്ന് പറയുന്നത് ഡിലീറ്റ് മോഡാണ്. ദ മെയിൽ ഇസ് ഡിലീറ്റഡ് ഫ്രം ദ മെയിൽ ബോക്സ് ആഫ്റ്റർ ഈച്ച് റിട്രീവൽ. ഓരോ ടൈം റിട്രീവ് ചെയ്തെടുത്തതിന് ശേഷവും ആ ഒരു മെയിൽ ഡിലീറ്റ് ആയി പോകും. പിന്നെ കീപ്പ് മോഡുണ്ട്. കീപ്പ് മോഡിൽ നമ്മൾ ആ ഒരു മെസ്സേജിനെ മെയിൽ ബോക്സിൽ തന്നെ വിട്ടേക്കും, ഡിലീറ്റ് ചെയ്യത്തില്ല. ഇനി ഇതിൻ്റെ
ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ മെയിൽസിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഡസ് നോട്ട് അലോ ദ യൂസർ ടു ഓർഗനൈസ് ഹെർ മെയിൽ ഓൺ ദി സെർവർ ആൻഡ് ദി യൂസർ കനോട്ട് ഹാവ് ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ഓൺ ദി സെർവർ. യൂസേഴ്സിന് ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആൻഡ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരു മെസ്സേജിനെ പാർഷ്യലി ചെക്ക് ചെയ്യണം, അതിൻ്റെ ഫുൾ കണ്ടൻറ് അല്ലാതെ പാർഷ്യലി ചെക്ക് ചെയ്യണമെങ്കിലും POP3 വെച്ചിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IMAP 4 കൊണ്ടുവരുന്നത്, ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ വെർഷൻ 4. ഇത് പോപ്പിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫങ്ഷണാലിറ്റീസും കൂടി ഉണ്ട്. IMAP 4 is more powerful and more complex and it provides some extra functions. ഒരു യൂസർ ഇമെയിൽ ഹെഡർ വെച്ച് തന്നെ ക്യാൻ ചെക്ക് ദി ഇമെയിൽ ഹെഡർ പ്രയർ ടു ഡൗൺലോഡിങ്. മെയിൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇമെയിൽ ഹെഡറിനെ ചെക്ക് ചെയ്യാം. ആൻഡ് ഒരു യൂസർ അതിലുള്ള കണ്ടൻസിനെ സെർച്ച് ചെയ്യാൻ പറ്റും യൂസിങ് എ സ്പെസിഫിക് സ്ട്രിങ് ഓർ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ, പാർഷ്യലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഫുൾ മെസ്സേജ് ഡൗൺലോഡ് ചെയ്യേണ്ട, അതിൽ ചിലപ്പോൾ വേറെ മീഡിയാസൊക്കെ ഉണ്ടാവും, മീഡിയാസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ മെയിൽ മാത്രം എടുക്കണമെങ്കിലും IMAP 4 വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ യൂസേഴ്സിന് മെയിൽ സെർവറിൽ നമുക്ക് മെയിൽ ബോക്സ് റീനെയിം ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് IMAP 4ഉം IMAP 4നും POP3ക്കും ഉള്ള ഡിഫറൻസ്. ഇനിയുള്ളത് മൈമാണ്, MIME, മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. ആൻഡ് ഇത് നമ്മൾ ഇമെയിലിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോളാണ്. ഇറ്റ് ഈസ് എ സപ്ലിമെൻ്ററി പ്രോട്ടോക്കോൾ ദറ്റ് അലൗസ് നോൺ ആസ്കി ഡേറ്റ ടു ബി സെൻഡ് ത്രൂ ഇമെയിൽ. നമ്മൾ നോൺ ആസ്കി ഡേറ്റാസിനെ മെയിൽ വഴി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈം പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്, മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. മൈം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഫങ്ഷൻസ് ആണ്. ഇത് നോൺ ആസ്കി ഡേറ്റയെ ആസ്കി ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യും, എൻ്റെ ആസ്കി ഡേറ്റയെ നോൺ ആസ്കി ഡേറ്റയിലോട്ടും കൺവേർട്ട് ചെയ്യും. നോർമലി നമ്മളുടെ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് 7-bit ആസ്കി ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റൂ. ബട്ട് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ലാംഗ്വേജസിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇതിൽ നമുക്ക് ബൈനറി ഫയൽസ് അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ ഡേറ്റ ഒന്നും അയക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ മൈം യൂസ് ചെയ്യുന്നത്. മൈം ആണെങ്കിൽ നോൺ ആസ്കി ഡേറ്റാസിനെ എല്ലാം ആസ്കി ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് അതിനെ ഡെലിവർ ചെയ്യും. മൈം ട്രാൻസ്ഫോംസ് നോൺ ആസ്കി ഡേറ്റ അറ്റ് ദി സെൻഡർ സൈറ്റ് ടു ആസ്കി ഡേറ്റ ആൻഡ് ഡെലിവേഴ്സ് ഇറ്റ്. ദ മെസ്സേജ് അറ്റ് ദ റിസീവിംഗ് സൈറ്റ് ഈസ് ട്രാൻസ്ഫോർഡ് ബാക്ക് ടു ദി ഒറിജിനൽ ഡേറ്റ. ആദ്യം നോൺ ആസ്കി ഡേറ്റനെ സെൻഡർ സൈഡ് വെച്ച് തന്നെ ആസ്കി ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് അതിനെ ഡെലിവർ ചെയ്യുന്നത്. പിന്നെ റിസീവർ സൈറ്റിലോട്ട് എത്തുമ്പോൾ അതിനെ ഒറിജിനൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. ഇനി മൈം ഹെഡേഴ്സ് 5 ഹെഡേഴ്സാണ് ഉള്ളത് ഈ മൈമിൽ. ഫസ്റ്റ് വൺ മൈം വെർഷൻ. ഇതിൽ മൈം വേർഷൻ ഏതാണ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് 1.1 ആണ്. സെക്കൻഡ് വൺ കണ്ടൻറ്റ് ID. ദിസ് ഹെഡർ യൂണിക്വലി ഐഡൻറ്റിഫൈസ് ദ ഹോൾ മെസ്സേജ് ഇൻ എ മൾട്ടിപ്പിൾ മെസ്സേജ് എൻവിറോൺമെൻറ്റ്. പിന്നെ ഉള്ളത് കണ്ടൻറ്റ് ടൈപ്പ് ഉണ്ട്, ഇത് കണ്ടൻറ്റിൻ്റെ ടൈപ്പാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ കണ്ടൻറ്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ഉണ്ട്, ഇത് എൻകോഡിംഗ് ടൈപ്പിനെ മെൻഷൻ ചെയ്യും. ആൻഡ് കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ദിസ് ഹെഡർ ഡിഫൈൻസ് വെദർ ദ ബോഡി ഈസ് ഇമേജ്, ഓഡിയോ ഓർ വീഡിയോ. ബോഡിയിൽ എന്താണുള്ളത് എന്നാണ് കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയുള്ളതാണ് വെബ് ബേസ്ഡ് ഇമെയിൽ, വെബ് മെയിൽ. വെബ് ബേസ്ഡ് ഇമെയിലാണ്. ഇതിൽ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി വെബ് ബ്രൗസർ ആയിരിക്കും. ആൻഡ് സെൻഡറിൻ്റെ മെയിൽ സെർവറിലോട്ട് HTTP യൂസ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാനും പറ്റും. ആൻഡ് അവിടെ നിന്ന് HTTP യൂസ് ചെയ്തിട്ട് റിസീവ് ചെയ്യാനും പറ്റും. ആൻഡ് മെയിൽ സെർവർ സൈഡ് ആൻഡ് ക്ലയൻറ്റ് സൈഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് SMTP. സെർവർ സൈഡിലുള്ള മെയിൽ സെർവറും ക്ലയൻറ്റ് സൈഡിലുള്ള മെയിൽ സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് SMTP വെച്ചിട്ടായിരിക്കും. പിന്നെ ഇമെയിൽ സെക്യൂരിറ്റി ആണ്. ഇമെയിൽ പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രൊവിഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഡീഫോൾട്ടായിട്ട്. നമുക്ക് ഇമെയിൽ എക്സ്ചേഞ്ചസ് സെക്യൂർഡ് ആക്കണമെങ്കിൽ നമുക്ക് 2 ആപ്ലിക്കേഷൻ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പ്രിറ്റി ഗുഡ് പ്രൈവസി PGP ആൻഡ് സെക്കൻഡ് വൺ സെക്യൂർ ഓർ മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ് S/MIME. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മെയിൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ SMTP നോക്കി, POP3 നോക്കി. ഇനിയുള്ളത് DNSഉം പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. ആൻഡ് ഈ ഒരു മോഡ്യൂളിൽ വേറെ എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ക്വാളിറ്റി ഓഫ് സർവീസ്. അത് ലാസ്റ്റ് ടൈം കിട്ടുവാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ DNS ആൻഡ് പിയർ ടു പിയർ അതിൻ്റെ ഒരിതും കൂടി നോക്കിയിട്ട് ഈ ഒരു മോഡ്യൂൾ എൻഡ് ചെയ്യാം. താങ്ക് യു.